ഹായ് എവരിവൺ, താജ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഡിഷാണ്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുമാതിരി ചോറിൻ്റെ കൂടെയും പിന്നെ രാത്രി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. മുട്ട പൊള്ളിച്ചത്, എഗ്ഗ് പൊള്ളിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് പൊള്ളിച്ചതിനുള്ള ചേരുവയാണ് കാണിക്കാൻ പോകുന്നത്. 3 മീഡിയം സൈസ് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, കറാമ്പൂ, ഏലക്ക, വലിയ ജീരകം എല്ലാം കൂടെ കൗണ്ടബിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂണ്. പിന്നെ ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അത് ടീസ്പൂണിൽ ഒരു 1/2 എടുത്താൽ മതി. 1 സ്പൂണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി, പച്ചമുളക്, വേപ്പില മിക്സ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ഇങ്ങനെ വാടി വരുന്നുണ്ട്. വാടി വരുമ്പോൾ തന്നെ പച്ചമുളകും വേപ്പിലയും ഗരം മസാലയും ഉള്ളി, വെളിച്ചെണ്ണ അതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, നല്ല മണാണ്. അപ്പം ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചോടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി റെഡിയാക്കി പിന്നെ അടുത്ത ചേരുവകൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. നമ്മൾ ഓരോ പൊടിയും വേറെ വേറെ ടൈമിലാണ് ഇടുന്നത്, എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നില്ല. ഇനി നമ്മുടെ തക്കാളി, ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 300 ml വരും അത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് പൊള്ളിച്ചതിൻ്റെ മസാല, ഉള്ളി എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഓരോ സൈഡിലായിട്ടായിരിക്കണം ഒഴിക്കൽ. എല്ലാം കൂടെ ഓരോടത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് മുട്ട എടുക്കണം. നമ്മൾ 6 പേർക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ 6 പേർക്ക് 6 മുട്ടയുടെ കണക്ക് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ആളെണ്ണത്തിനനുസരിച്ച് കുറക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് നമ്മളത് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അധികം തീ ഉണ്ടാവാൻ പാടില്ല. ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ചെറിയ തീയിൽ റെഡിയാവും. തുറന്ന് നോക്കി, നല്ല മണം വരുന്നുണ്ട് കേട്ടോ മുട്ട പൊള്ളിച്ചതിൻ്റെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കുറച്ച് വേപ്പിലൂടെ ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തു. അപ്പം ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ചേരുവയോടെ ബാക്കിയുണ്ട്. തേങ്ങാപ്പാലാണ്. നല്ല ഫ്രഷ് തേങ്ങ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത പാല്, 1-ാം പാല്, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ടേസ്റ്റ് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഫ്രഷ് പാല് ഒഴിച്ചു കൊടുത്താലും മതി.
അധികം പൊട്ടാതെ ഒന്നിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യണം. പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചട്ടി 2 കൈയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കുമ്പോഴും ആ പാല് യോജിക്കും. പക്ഷെ തിളക്കാൻ വിടരുത്. തിളച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ എഗ്ഗ് പൊള്ളിച്ചത് റെഡി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് പൊറോട്ട കൂട്ടിയിട്ടുണ്ട് ഒരു കഴിക്കൽ. ഇപ്പോൾ ഓരോ മുട്ടയും നമ്മളിങ്ങനെ പൊട്ടാതെ നമ്മളുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. ശരിക്കും ഇതിന് വെള്ളയപ്പമൊക്കെ വേണം കൂടെ ഇങ്ങനെ കഴിക്കാൻ. വെള്ളയപ്പമല്ല, നമ്മൾ കടയിൽ നിന്ന് പൊറോട്ടയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തന്നത്. മസാലകളൊക്കെ വളരെ കുറച്ച് മതി. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വെള്ളയപ്പം, പൊറോട്ട, ചപ്പാത്തി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് ഒറ്റ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് വരെ കഴിക്കാൻ കഴിയും. അതിൽ അവർ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുമാതിരി യൂട്യൂബ് ഇങ്ങനെയുള്ളതെല്ലാം ഫോളോ ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ അറിയിക്കണം. ബൈ.